ഞങ്ങൾ ന്യൂസ് 18 കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന നകുൽ ചന്ദ്രൻ അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വെൺപകൽ വാർഡിൽ ആയിരുന്നു നകുൽ ചന്ദ്രൻ മത്സരിച്ചത്. മിന്നുന്ന വിജയം നകുൽ ചന്ദ്രൻ നേടിയിരിക്കുന്നു. 1-2 വോട്ടുകൾക്കല്ല, 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും ന്യൂസ് 18 കേരളത്തിന്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബം ഒന്നടങ്കം നകുലിനെ അഭിനന്ദിക്കുന്നു. നകുലിന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, നല്ല ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ, ഏറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് ഒരു നഷ്ടം കൂടിയായിരുന്നു നകുൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന നകുൽ ഇപ്പോഴിതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതും തിരുവനന്തപുരത്ത് എൻഡിഎയുടെ ഒരു മുന്നേറ്റമുണ്ട്, അതിന്റെ ഭാഗം കൂടിയാണ് നകുൽ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം എന്താണെങ്കിലും ഒരു വലിയ തിളക്കത്തിന്റെ ഭാഗം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അപർണ, രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനസേവനത്തിൽ നകുൽ ഒട്ടും പിന്നിലായിരിക്കില്ല. 100-ൽ 100 മാർക്ക് വാങ്ങാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ നകുലിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു വരുമ്പോൾ എൻഡിഎ നേടുന്ന മുൻതൂക്കത്തിൽ LDF ക്ഷീണിക്കുന്ന LDFന് പറഞ്ഞു നിൽക്കാൻ ചില കാര്യങ്ങൾ. LDFിന്റെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചിട്ടുണ്ട്. കൊല്ലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, കൊച്ചിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശ്വസിച്ച് നിൽക്കാം. പേട്ടയിലെ SP ദീപക്, ബഞ്ചൂർ ബാബു, ചാക്കയിൽ മുൻ മേയർ K ശ്രീകുമാർ ഒക്കെ ജയിച്ചിരിക്കുന്നു. LDFന് പറഞ്ഞു നിൽക്കാം. മേയർ സ്ഥാനാർത്ഥികൾ ജയിച്ചു, പക്ഷേ ആ മേയർ പദവിയിലേക്ക് എത്താൻ കഴിയില്ല, കൈവിടുന്നു ഇടതുപക്ഷത്തിന്. തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റത്തിലേക്ക് NDA പോകുന്നു എന്നുള്ളതാണ്. 42 സീറ്റുകളിൽ ഇപ്പോൾ NDAയുടെ കുതിപ്പ് തുടരുന്നു എന്നുള്ളതാണ്. വലിയ മുന്നേറ്റം, NDA പ്രവചിക്കുന്നത് പോലെ തന്നെയുള്ള മുന്നേറ്റം. ഇനി അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 9 സീറ്റുകൾ എന്നുള്ളതാണ്. 42 സീറ്റുകളിൽ വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് NDAയെ സംബന്ധിച്ചിടത്തോളം. ചരിത്രം കുറിക്കുമോ NDA കേരളത്തിൽ എന്നതാണ് അറിയേണ്ടത്. അഭിലാഷ്, ഇതിനകത്ത് ഞാൻ ഉറ്റുനോക്കുന്ന പ്രതികരണം, തിരുവനന്തപുരം MP എന്ത് പ്രതികരണം നടത്തും BJP, പ്രത്യേകിച്ച് ഇത്രയും വലിയ വിവാദ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള മറുപടി ആയിരിക്കും ശശി തരൂർ തിരുവനന്തപുരത്ത് NDA നടത്തുന്ന മുന്നേറ്റത്തിൽ പറയുക എന്നുള്ളത് ഈ സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും നെഞ്ചിടിപ്പോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. യെസ്, അതായത് 42 സീറ്റുകൾ, തിരുവനന്തപുരത്ത് 101 വാർഡുകൾ ആണ് ഉള്ളത്. 100 വാർഡുകളിലേക്കാണ് ഇപ്പോൾ കോർപ്പറേഷനിലെ ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു ഡിവിഷനിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് നടന്നില്ല. പക്ഷേ 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾ ഉള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരം എന്നത് തലസ്ഥാനമാണ്, കേരളത്തിന്റെ തലയെന്ന് തന്നെ പറയാവുന്ന ആ കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് NDA പ്രതീക്ഷ പുലർത്തുന്നത്. പക്ഷേ ആ പ്രതീക്ഷയിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ? ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവർ എത്തുമോ? 51 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ? അതാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ 42ലേക്ക് അവരുടെ സീറ്റ് നില ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. 9 ഇടങ്ങളിൽ കൂടി വിജയക്കൊടി പാറിക്കാൻ സാധിച്ചാൽ കേരളത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ മേയർ എന്ന പദവിയിലേക്ക് BJP-കാരനായ നേതാവ് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നു. അങ്ങനെ രാഷ്ട്രീയ കേരളം ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് വീണ്ടും കേന്ദ്രീകരിക്കുകയാണ്. മറ്റു കോർപ്പറേഷനുകളുടെ ഫലങ്ങൾ എന്താകുമെന്ന ഏതാണ്ട് സൂചനകൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് കൊച്ചിയും തൃശ്ശൂരും ഉറപ്പിക്കുന്നത്. UDF കൊല്ലത്ത് അപ്രതീക്ഷിതമായ അട്ടിമറി വിജയത്തിലേക്ക് UDF പോകുന്നു. കണ്ണൂർ ഇത്തവണയും UDFന് നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം. അതേസമയം കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. UDFിനെ സംബന്ധിച്ചിടത്തോളം 2020 അടക്കമുള്ളവയുടെ അപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻതൂക്കം പോലും അരിഞ്ഞ് കളയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഒരു അഭിമാനം കൂടി അവർക്കുണ്ടാകും. സ്വാധീനമുള്ള പഞ്ചായത്തുകളൊക്കെ 2020യെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട പൂതൃക പഞ്ചായത്താണെങ്കിൽ, വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്ത്, തിരുവാണിയൂരാണെങ്കിൽ, മഴുവന്നൂരാണെങ്കിൽ, കുന്നത്തുനാട്, ഐക്കരനാട്, അങ്ങനെ അതായത് ഇനി പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ ഇതുവരെ കണ്ട ചരിത്രമല്ല ഇനിയുള്ളത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഇതാണ് തദ്ദേശത്തിൽ സ്ഥിതിയെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴയ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവുകയില്ല എന്നൊരു വിഷയം കൂടി ഇതിനകത്ത് വരും. ഇനി നേരത്തെ ജോസ് കെ മാണി പറഞ്ഞതുപോലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ എന്നൊരു വിഷയം, ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉയരാൻ പോകുന്ന
പ്രതികരണം പ്രചാരണ സമയത്ത് കണ്ടത് തന്നെയാണ്. പ്രചാരണ സമയത്ത് കണ്ട ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം, വെൽഫെയർ പാർട്ടി, SDPIയുടെ കൂട്ടുകെട്ട്, UDF-ഉം LDF-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ബാക്കി ഇനിയും ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ജോസ് കെ മാണി അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണ് ഈ തോൽവി ഉണ്ടായത് എന്ന് പറയുകയില്ല. യെസ്, തീർച്ചയായും തിരുവനന്തപുരം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. തിരുവനന്തപുരത്ത് ഇനിയും ഏതാണ്ട് 26 ഡിവിഷനുകളുടെ ഫലമറിയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് 9 സീറ്റുകളിൽ കൂടി ഇനി മുന്നേറാൻ NDAക്ക് സാധിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കേരളം തിരുവനന്തപുരത്തേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുകയാണ്. വൻ സസ്പെൻസിലേക്ക് തിരുവനന്തപുരം പോകുന്നു എന്നുള്ളതാണ്. 26 വാർഡുകൾ ഇനി ഫലമറിയാനുണ്ട് എന്നതാണ്. അവിടെയാണ് 42 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഫലമറിയാനുള്ള 26 സീറ്റുകളിൽ നിന്ന് 9 സീറ്റുകൾ കൂടി നേടിയാൽ BJPക്ക് ഇവിടെ ഭരണമുണ്ടാകുന്നു എന്നുള്ളതാണ്. മേയർ സ്ഥാനാർത്ഥിയായി അടക്കം മത്സരിച്ചിട്ടുള്ളവർ, മേയറായി ഉയർത്തിക്കാണിക്കപ്പെട്ടവർ അടക്കം വിജയിച്ച പശ്ചാത്തലമുണ്ട്. പ്രമുഖ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വിജയിച്ച പശ്ചാത്തലമുണ്ട്. ഇനി അവർക്ക് ഭരണത്തിനുള്ള സീറ്റ് നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ? അതാണ് അറിയേണ്ടത്. അവിടെയാണ് ഫലമറിയാനുള്ള 26 സീറ്റുകൾ എന്നത് നിർണായകമാകുന്നത്. തിരുവനന്തപുരത്ത് വലിയ തിരിച്ചടി LDF-ന് നേരിടുന്നു. കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടാകുന്നു. NDA വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണത്തിലേക്ക് എന്ന സൂചനകൾ നൽകുന്ന തരത്തിലുള്ള വലിയ മുന്നേറ്റം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്ത് അവർക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ BJP തന്നെ അവകാശപ്പെടുന്നത് പോലെ കേന്ദ്രത്തിൽ നിന്നടക്കമുള്ള നിരവധി ഫണ്ടുകൾ തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരത്തിന് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ സാധിക്കും. അങ്ങനെ ഇരട്ടി വേഗത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാകും എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ആവർത്തിച്ചു കൊണ്ടിരുന്ന BJPക്ക് അതേ വികസന പ്രവർത്തനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു ഇടതുപക്ഷം നൽകിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഇടതുപക്ഷം പിന്നിലേക്ക് പോകുന്നു എന്നത് എടുത്തു പറയേണ്ടത്. ആ നേട്ടം, ഇടതുപക്ഷത്തിന്റെ ക്ഷീണം എന്നത് നേട്ടമാക്കി മാറ്റാൻ സാധിക്കുന്നത് BJPക്ക് എന്ന് തന്നെയാണ്. 22-42 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്ന LDF-ന്റെ സീറ്റ് നിലയേക്കാൾ ഇരട്ടി സീറ്റുകളിലേക്ക്, ഏതാണ്ട് ഇരട്ടിയോട് അടുത്ത സീറ്റുകളിലേക്ക് BJP നേതൃത്വം നൽകുന്ന NDA വളരുന്നു എന്നുള്ളതാണ്. 22 ഇടതുപക്ഷത്തിന്റെ സീറ്റ് നിലയെങ്കിൽ 42 NDAയുടെ സീറ്റ് നില എന്നുള്ളതാണ്. അവിടെ കാര്യമായ നേട്ടം കൊയ്യാൻ ഇപ്പോഴും UDF-ന് സാധിച്ചിട്ടില്ല. പക്ഷേ UDF-ന്റെയും പ്രമുഖ മുഖങ്ങൾ വിജയിച്ചു കയറി എന്നത് ആശ്വാസകരമാണ്. ഇതാ വീണ്ടും BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തിരുവനന്തപുരത്തേക്ക്. BJPയുടെ കണ്ണുകൾ തിരുവനന്തപുരത്താണ്. അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് കടക്കുമ്പോൾ അതിൽ വലിയ ക്ഷീണം. കൊല്ലം കോർപ്പറേഷൻ മേയർ 3 തവണ കോർപ്പറേഷന്റെ മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ തോറ്റത് യൂത്ത് കോൺഗ്രസ് നേതാവിനെടുത്ത. പത്തനംതിട്ടയിലും UDF-ന്റെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. കോട്ടയത്തോട്ട് കടക്കുമ്പോൾ മലയോര മേഖലകളിൽ സ്വാധീനമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് M അടക്കം വിയർക്കുന്ന സാഹചര്യം. കൊച്ചി കോർപ്പറേഷൻ LDF-ൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന UDF 2020 അടക്കമുള്ള പ്രാദേശിക ശക്തികളെ പോലും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് UDF-ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂര് വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്ന UDF. അങ്ങനെ ഇങ്ങ് തിരുവനന്തപുരം മുതൽ വടക്കൻ മലബാർ വരെ എത്തുന്നത്